വന്നിരിക്കുന്നത് നമ്മളെ നാട്ടുമ്പുറത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു തോടുണ്ട്, അവിടെ കുട്ടികളൊക്കെ മീൻ പിടിക്കാനൊക്കെ പോകുന്നതാണ്. അപ്പോൾ ഇവിടെ കുറേ മീൻ വളർത്തുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. എല്ലാവർക്കും ഇപ്പം മീൻ വളർത്തുന്നതിനോട് ഭയങ്കര ക്രൈസൊക്കെയാണ്. അവിടെ തോട്ടിൽ മീൻ പിടിക്കാൻ പോകാറുണ്ട്. അപ്പം ഇതാണ് നമ്മളെ പാറ എന്ന് പറഞ്ഞിട്ട്, പാറ എന്നാണ് വിളിക്കാറുള്ളത്. ഞങ്ങൾ മെയിനായിട്ട് ഈ മുട്ടായിയൊക്കെ തിന്നാൻ ഇങ്ങോട്ടേക്കാണ് വരാറുള്ളത്. ഇവിടെ നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമാണ്. അവിടെ മലൻ്റെ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ കോടമഞ്ഞൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ സമയത്ത് ഇവിടെ വന്ന് നിൽക്കാൻ ഭയങ്കര രസമൊക്കെയാണ്. നമുക്ക് അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോ. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തെ കാഴ്ചകളാണത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പച്ചപ്പൊക്കെ നിറഞ്ഞിട്ടുള്ള ഏരിയയാണ്. ഈ വേലി കെട്ടിയതിൻ്റെ അപ്പുറത്തായിരുന്നു നമ്മുടെ പണ്ടുള്ള കളിയും കാര്യങ്ങളൊക്കെ. വേലി കെട്ടിയതിൻ്റെ അപ്പുറത്തായിരുന്നു. ഓക്കെ, ഇപ്പോൾ അവിടെ വേലി കെട്ടിയിട്ട് കളിക്കാമെന്ന് പറയാറ്. ഇതാണ് ബിലാൽ, സൈഡിലാണ് ജിതു. ഓക്കെ, അപ്പോൾ നമ്മളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകും. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ മിഠായിയൊക്കെ കഴിക്കാൻ അങ്ങോട്ടേക്കൊക്കെ വരാറുണ്ട്. ഇവിടെ അല്ല, കുറച്ചപ്പുറത്ത്. ഇതാണ് നമ്മളൊരു പച്ചപ്പ്. അറ്റത്തെ സൈഡിലൊക്കെ ഞങ്ങൾ പോകേണ്ട കളിച്ചിനെയാണ്. പക്ഷെ ഇപ്പോൾ വേലിയൊക്കെ കെട്ടി ഗേറ്റൊക്കെ വെച്ചതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ കളിക്കാനൊന്നും കഴിയാറില്ല. അപ്പോൾ എങ്കിലും ഞങ്ങൾ ഇടയ്ക്കൊക്കെ അങ്ങോട്ടേക്ക് പോകാറൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ കാഴ്ചകളാണത്. ഇവിടെ ഒരു കാടൊക്കെ, അപ്പോൾ അത് അവിടെ ആയിട്ടാണ്. ഓക്കെ, ഇവിടെ ഈ മഴയൊക്കെ പെയ്തിരിക്കുന്ന ഒരു ടൈമിൽ ഇവിടെ നിന്ന് നോക്കാൻ ഭയങ്കര രസമാണ്. അവിടെ കോടമഞ്ഞ് മൂടിയിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ നല്ലൊരു എഫക്റ്റാണ്. ഓക്കെ, അപ്പം ഇതാണ് ബിലാൽ, ഇതാണ് ജിതു. ഓക്കെ, ഇതാണ് ബിലാൽ. അപ്പോൾ നമ്മൾ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. നമ്മളിപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ നിന്നൊക്കെ ചില ദിവസങ്ങളൊക്കെ ഫുട്ബോൾ കളിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം ഞങ്ങളങ്ങനെ കളിക്കാറില്ല. മഴ ഇതുകൊണ്ടും പിന്നെ എന്തൊക്കെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടൊക്കെ ഞങ്ങളങ്ങനെ ഒരു മൂടില്ല ഇവിടുന്ന് ഫുട്ബോൾ കളിക്കാൻ. പിന്നെ അവിടെയാണ് ഞാൻ നേരത്തെ കോടമഞ്ഞ് ഉണ്ടെന്ന് കാണിച്ചു തരുന്നത്. പക്ഷെ ഇപ്പോൾ അതൊക്കെ പോയിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഒരു വൈബ് കിട്ടുന്ന സ്ഥലമാണ്. ഈ ഒരു പാറൻ്റെ മുകളിലൂടെ ഞങ്ങൾ സൈക്കിൾ കയറ്റിയിട്ട് ഇങ്ങനെ കളിക്കാറൊക്കെ ഉണ്ട്. എന്നിട്ട് അപ്പുറത്തെ സൈഡിലൂടെ ഇറക്കുമായിരുന്നു. ഓക്കെ, ഇവിടെയൊക്കെ പണ്ട് പാറയായിരുന്നു. ഇവിടെയൊക്കെ പൊട്ടിച്ച് കളഞ്ഞ പറഞ്ഞു. ഈ സൈഡ് ഉണ്ട്. ഇതൊക്കെ ഞങ്ങൾ കളിക്കാറുണ്ട്. ഗുണാക്കേവാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ കളിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇവിടെയൊക്കെ വീടുണ്ട്. ഇവിടെ വാഴത്തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. തെക്കൻ പൊട്ടനാണ്. ഓക്കെ, അപ്പം നമ്മുടെ വാഴത്തോട്ടം കാര്യങ്ങളപ്പുറത്ത് വീടുകളും ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ നേരത്തെ സൈക്കിൾ ഓടിക്കുന്ന സ്ഥലം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പം അതാണിത്. നമ്മുടെ ബിലാൽ രണ്ടും ഒക്കെ സംസാരിക്കുന്നതാണ്. നമ്മൾ ഇവിടെയുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചതില്ലേ, ഇനി നമുക്ക് ഇവിടെയുള്ള കുറച്ച് കാഴ്ചകൾ കൂടി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല, നമ്മളൊരു സൈക്കിൾ ഓടിച്ച് കയറ്റുന്ന ഒരു സ്ഥലം. അതാണ് ഈ ഒരു പാറ, നിലത്ത് കാണുന്ന പാറ. ആകാശത്തൊക്കെ ഒന്ന് കാണാണ്. ആകാശമൊക്കെ നല്ലൊരു ഇരുട്ടിയൊരു നേരമായതുകൊണ്ട് നല്ലൊരു രസമാണ് ഇപ്പോൾ അവിടെ നോക്കാൻ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെയൊക്കെ ഒരു വ്യൂ സ്പോട്ടാണ് കേട്ടോ. ഇതിൽ കൂടെയാണ് ഞങ്ങൾ ഇറക്കാറുള്ളത് സൈക്കിളൊക്കെ. അത് തെങ്ങുകൾ കാര്യങ്ങൾ. അപ്പുറത്ത് ഗ്രൗണ്ട് ഉണ്ട്. മഴ ആയതുകൊണ്ട് ഇപ്പോൾ കളിക്കാനൊന്നും പോകാറില്ല ഞങ്ങൾ. ഓക്കെ, അതാണ് നമ്മളെ സീതമാമ തള്ളുവാസം എന്നാണ് നാട്ടിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നാടൻ കാഴ്ചകളൊക്കെ ആയിട്ടാണ്. ഒരു മഴ പെയ്തിരിക്കുന്ന സമയം നല്ലൊരു എഫക്റ്റൊക്കെയാണ്. അപ്പോൾ നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. എല്ലാവരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നല്ല സപ്പോർട്ട് ചെയ്ത്. ഓക്കെ, ഞങ്ങളെ ഇതിനു മുമ്പ് ഒരു ചാനൽ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ഒരു ഇല്ലാതെ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ഞങ്ങളിന്ന് പുതിയൊന്ന് തുടങ്ങിയാൽ നല്ലൊരു വരുമാനമുണ്ടായിരുന്നു പഴയ ചാനൽ. അപ്പോൾ ഈ ചാനലിലും അതുപോലുള്ളൊരു വരുമാനം കിട്ടണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അപ്പോൾ എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ലൈക്കും ചെയ്യണം. അതിൻ്റെ പേരാണ് ബൈ.